1861-ൽ അമേച്ചർ ടീമായി തുടങ്ങി 1905-ൽ പ്രൊഫഷണൽ ക്ലബ്ബായി രൂപീകരിക്കപ്പെട്ട ക്രിസ്റ്റൽ പാലസ് എഫ് സി 164 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവരുടെ ചരിത്രത്തിലെ ആദ്യ പ്രധാന കിരീടം സ്വന്തമാക്കി. വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന FA കപ്പ് ഫൈനലിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് അട്ടിമറിച്ചാണ് ക്രിസ്റ്റൽ പാലസ് ഈ നാഴികക്കല്ല് പിന്നിട്ടത്. 84,000-ലധികം കാണികൾക്ക് മുന്നിൽ നടന്ന മത്സരം ക്രിസ്റ്റൽ പാലസ് ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമായി മാറി. മത്സരത്തിന്റെ 16-ാം മിനിറ്റിൽ ജീൻ ഫിലിപ്പ് മറ്റേറ്റയുടെ ഹോൾഡപ്പ് പ്ലേയിൽ നിന്ന് തുടങ്ങിയ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെയാണ് ഗോൾ പിറന്നത്. കൊളംബിയൻ താരം ഡാനിയൽ മുനോസിന്റെ കൃത്യമായ ക്രോസ് എബരച്ചിയേസെ ഒരു മനോഹര വോളിയിലൂടെ വലയിലെത്തിച്ചു. ഈ ഗോൾ ക്രിസ്റ്റൽ പാലസിന് മത്സരത്തിൽ ആധിപത്യം നൽകി. എന്നാൽ ഗോൾ കീപ്പർ ഡീൻ ഹെൻഡേഴ്സണാണ് ടീമിന്റെ യഥാർത്ഥ രക്ഷകനായത്. സിറ്റിയുടെ ഒമർ മർമൂഷിന്റെ പെനാൽറ്റി രക്ഷപ്പെടുത്തിയതുൾപ്പെടെ നിരവധി നിർണായക സേവുകളിലൂടെ ഹെൻഡേഴ്സൺ ക്രിസ്റ്റൽ പാലസിന്റെ ലീഡ് സംരക്ഷിച്ചു. പരിശീലകൻ ഒലിവർ ഗ്ലാസ്നറിന്റെ തന്ത്രങ്ങൾ പെപ് ഗാർഡിയോളയെ അമ്പരപ്പിച്ചു. ആക്രമണ താരങ്ങളെ കേന്ദ്രീകരിച്ച ഗാർഡിയോളയുടെ പരീക്ഷണാത്മക ലൈനപ്പിനെ ഗ്ലാസ്നറിന്റെ കർക്കശമായ പ്രതിരോധവും വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകളും പൂർണ്ണമായും നിഷ്പ്രഭമാക്കി. 2016-17 ശേഷം ആദ്യമായി മാഞ്ചസ്റ്റർ സിറ്റി ഒരു സീസണിൽ പ്രധാന ട്രോഫിയില്ലാതെ സീസൺ അവസാനിപ്പിക്കുന്നു. ഈ കിരീട വിജയം ക്രിസ്റ്റൽ പാലസിന് യൂറോപ്പ ലീഗ് യോഗ്യതയും നേടിക്കൊടുത്തു. ക്രിസ്റ്റൽ പാലസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രധാന യൂറോപ്യൻ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.